ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹീതമായ നല്ലൊരു നോമ്പ് നാളിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തക അടിസ്ഥാനത്തിൽ നോമ്പ് ഉപവാസത്തിന്റെ നാളുകളാണ്. ഉപവാസം എന്നാൽ ഉപവസിക്കുക, ദൈവത്തോട് ചേർന്ന് ഇരിക്കുക. ഈ നാളുകളിൽ നിന്റെ അതിയായ ആഗ്രഹങ്ങളും ആസക്തികളും മാറ്റിവെച്ച് ദൈവത്തോടൊപ്പം 40 നാളുകൾ ഇതിൽ നിനക്ക് രൂപാന്തരം സംഭവിക്കണം. ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. അതിന് അനുതാപത്തോടെ ഒരു മടങ്ങിവരവ് അനിവാര്യമായിരിക്കുന്നു. ജപ്പാനിൽ 1945 ബോംബ് വർഷിക്കുമ്പോഴും തളരാതെ നിന്ന വൃക്ഷങ്ങളുണ്ട്. അതിന്റെ പേര് ഹിജാക്കു ജുമോക്കു എന്നുള്ളതാണ്. ഉപരിതലം മുഴുവനും കത്തിച്ചാമ്പലായപ്പോഴും അടിയിൽ ഒത്തൊരുമയോടെ ഇരുന്ന വേരുകൾ പിന്നത്തേതിൽ എഴുന്നേറ്റ് വന്നു, തളിർത്തു വന്നു, തളിർപ്പിന്റെ അനുഭവത്തിലേക്ക് വന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നാം ജീവിക്കുന്ന സാഹചര്യം പുറമെ നിന്ന് നോക്കുമ്പോൾ നമ്മെ തകർക്കുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളും ലൗകികതകളും മ്ലേച്ഛതകളും ലഹരിയുടെ പിന്നാലെയാണ്. എന്നാൽ അടിസ്ഥാനം ദൈവവുമായി ചേർന്നിരിക്കട്ടെ, വേരുകൾ ദൈവവുമായി ചേർന്നിരിക്കട്ടെ, നമുക്കും തളിർത്തു വരാം. ഇതൊരു രൂപാന്തരത്തിന്റെ കാലഘട്ടമായി മാറട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യോവേൽ പ്രവചനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും 3 വാക്കുകളുണ്ട്: പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ അതോ വിലാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന നല്ല നാളുകളായി ഈ നോമ്പ് കാലഘട്ടം മാറട്ടെ. എല്ലാ പ്രാർത്ഥനയും പ്രത്യേകിച്ച് COF അംഗങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.